2-3 വർഷം മുമ്പ് ഒരു ഹോട്ടലിൽ ഞാൻ ഇറച്ചിപ്പുട്ട് കഴിച്ചിരുന്നു. അതിന്റെ സ്വാദ് ഇപ്പോഴും എന്റെ വായിലുണ്ട്. പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ രീതിയിൽ എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ കയ്യിലുള്ള സാധന സാമഗ്രികൾ വെച്ചിട്ട് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആവശ്യമായിട്ടുള്ള പുട്ടുപൊടി ഞാനത് കുഴച്ച് വെച്ചു. അതിനുശേഷം ദാ ഈ കട്ടിങ്സ് ഒക്കെ എനിക്ക് അരിഞ്ഞു തന്നിട്ടുള്ളത് മമ്മുവാണ്. ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇറച്ചി വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് 2 വലിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് പിന്നെ അത് വഴറ്റിയ ശേഷം കുറച്ച് തക്കാളി, ആവശ്യത്തിന് തക്കാളിയും ചേർത്ത് പിന്നെ മസാലപ്പൊടികളും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച ഇറച്ചി ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മളെ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ സംഭവം റെഡി. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം. പുട്ടും കുറ്റിയിലേക്ക് ചില്ലിടാൻ മറക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചേർത്തിട്ട് സാധാരണ ഇതുപോലെ തന്നെ തേങ്ങ ചേർക്കുക, പുട്ടുപൊടി ഇടുക. അതിന് ശേഷം നമ്മൾ ഈ മസാല ഒന്നിടുക, പിന്നെ വീണ്ടും തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക. ആ ഒരു പ്രോസസ്സിൽ അങ്ങോട്ട് ചെയ്തു പോവാം. അത്ര തന്നെ. ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഈ പൊട്ടത്തരം കണ്ടിട്ട് ഒന്നും തോന്നരുത്, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. പക്ഷെ എന്തായാലും എന്താ സംഭവം ഉഷാറ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.